അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ യുദ്ധ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മതവും രാഷ്ട്രീയപരവുമായ സ്വാധീനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 2 ഖുതുബകളിൽ സൂചിപ്പിച്ചു വെച്ചു. അതിൻ്റെ തന്നെ തുടർച്ച എന്ന നിലയിൽ മുസ്ലിം ലോകത്തോട് ചില വർത്തമാനങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പൗരോഹിത്യ മത നേതൃത്വങ്ങളാണ്. സമുദായത്തെ ജാഹിലിയത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നതിൽ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇതിൻ്റെ ഒരു മറുവശം ദൈവവിരുദ്ധ ശക്തികളുടെ കരങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ കടിഞ്ഞാൺ അകപ്പെട്ടു പോവുകയും ലോകതലത്തിൽ തന്നെ ഈ 2 അർത്ഥങ്ങളിൽ ഒരു വശത്ത് മുസ്ലിം സമുദായത്തെ നയിക്കുന്നത് പൗരോഹിത്യ ജാഹിലിയ സമ്പ്രദായങ്ങളാണെങ്കിൽ ദൈവവിരുദ്ധമായ സംവിധാനങ്ങളാണ് മുസ്ലിം സമുദായത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ 2 ദുരന്തങ്ങളാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാഹിലിയത്തിൻ്റെയും അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഇവരുടെയൊക്കെ അജണ്ടയിൽ നിന്നും മുസ്ലിം സമുദായത്തിൻ്റെ അജണ്ട തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ്. ഈ അജണ്ടയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വിശുദ്ധ ഖുർആൻ വഴി പറഞ്ഞു തരിക. ഒരു പ്രവാചക സമൂഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹസ്രത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് സമകാലിക രാഷ്ട്രീയ വിഷയത്തോട് ഖുർആൻ നമ്മോട് സംസാരിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് സത്യവേദം അത് കൈവശമുള്ള ഏക സമുദായം ബാക്കി എല്ലാ സമുദായത്തിനും അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള സത്യവേദം നഷ്ടപ്പെടുത്തി കളഞ്ഞു. 1400 വർഷങ്ങളായി സത്യവേദം കൈവശമുള്ള ഇറങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ യാതൊരു മാറ്റവുമില്ലാതെ കൈവശമുള്ള സമുദായം നമ്മളാണ്. നമ്മുടെ ശ്രേഷ്ഠതയുടെ നമ്മുടെ യോഗ്യതയുടെ കാരണവും അതുതന്നെയാണ്. ഈ യോഗ്യതയാണ് നമ്മളെ എന്താക്കുന്നത്, നമ്മളെ ശ്രേഷ്ഠരാക്കി മാറ്റിയിട്ടുള്ളത്. ഈ യോഗ്യത നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ വിശുദ്ധ വേദത്തിനനുസരിച്ച് വിശുദ്ധ ഖുർആനിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ശ്രേഷ്ഠത നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ പരാജയത്തിൻ്റെ മർമ്മമാണ്, അടിസ്ഥാന കാരണമാണ്. ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം തെറ്റിപ്പോയി എന്നുള്ളതാണ്. ലോകരിൽ വെച്ച് നമ്മൾ ആദർശ ശ്രേഷ്ഠരായിരിക്കെ ആ ആദർശം കൈവെടിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ള പല ജീവിത രീതികളും നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടുത്തെ ജാതി മത സമൂഹങ്ങളെപ്പോലെ അല്ലറ ചില്ലറ ആരാധനകളുമൊക്കെയായി നമ്മളും ഇങ്ങനെ കാലം കഴിക്കലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. മുസ്ലിം സമുദായം അതിൻ്റെ പൂർണ്ണ പ്രതാപത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിലനിൽക്കണമെന്നുണ്ട് എങ്കിൽ അവരൊരു ഉമ്മത്തായിട്ട് മാറണം. ഒരു ദൗത്യബോധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമുദായമായി മുസ്ലിം സമുദായം മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ പൂർണ്ണമായും ഇസ്സത്തോടുകൂടി നിലനിർത്തുവാനാണ് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സമുദായത്തെ ഇല്ലാതെയാക്കി കളയുവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായോ നിങ്ങൾ?
മുസ്ലിം സമുദായത്തെ അതിന്റെ പൂർണ്ണ പ്രതാപത്തോടുകൂടി ലോക അവസാനം വരേക്കും നിലനിർത്തുവാൻ മറ്റുള്ള സമുദായങ്ങൾക്ക് സംഭവിച്ച അപജയം മുസ്ലിം സമുദായത്തിൽ സംഭവിക്കാതിരിക്കുവാനുള്ള ജാഗ്രത വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പകർന്നു നൽകുകയാണ്. ഹസ്രത്ത് മൂസ നബി അലൈഹിസ്സലാമിയുടെ സമുദായം അവർ ഇതുപോലെ തന്നെ മുസ്ലിം സമുദായമായിരുന്നു. അവരിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു ഹസ്രത്ത് മൂസ നബി അലൈഹിസ്സലാമയും ബനി ഇസ്രായേലി സമുദായവും. മുസ്ലിമായ ഒരു പ്രവാചകന്റെ കീഴിൽ മുസ്ലിമായ ഒരു സമുദായം നിലനിന്നിരുന്നിട്ട് അവരുടെ ജീവിത രീതികൾ, അവരുടെ ആദർശത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയി. പിന്നീട് അവർ ആ വ്യതിചലനത്തിൽ നിന്നും തിരുത്തി മുന്നേറുവാൻ അള്ളാഹു അവസരം നൽകി എന്നുള്ളതാണ്. നിലവിലുള്ള മുസ്ലിം സമുദായത്തോടും ആ വാചകങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ നമുക്ക് മുസ്ലിം സമുദായത്തിന് സംഭവിച്ച അപജയങ്ങളെ തിരുത്തിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് വരുവാൻ, കടന്നു വരുവാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വലമ്മാ സുക്കിത ഫീ ഐദീഹിം വറൗ അന്നഹും ഖദ് ളല്ലൂ, അവർക്ക് സംഭവിച്ച അപജയത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഖാലൂ ലഇല്ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നമ്മൾക്ക് സംഭവിച്ച ഈ അപജയത്തിൽ തന്നെ തുടരാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ഈ സമുദായത്തോട് കാരുണ്യം കാണിച്ചു. ഖാലൂ ലഇല്ലം യർഹംനാ റബ്ബുനാ യഗ്ഫിർ ലനാ, നമുക്ക് നമ്മുടെ അബദ്ധങ്ങളെ തിരുത്തിക്കൊണ്ട് വീണ്ടും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് തിരിച്ചു വരുവാൻ അള്ളാഹു അവസരം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, അത് എത്ര വലിയ നഷ്ടമായി മാറുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. ഈ യുദ്ധ സാഹചര്യങ്ങൾ പോലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടു വിചാരത്തിന്റെ നാളുകളാണ്. ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖി വബിഹി യഅദിലൂൻ, സത്യത്തോടും നീതിയോടും ഒപ്പം നിലകൊള്ളുന്ന ഒരു സമൂഹം ഇവിടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. വളരെ സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഇറാനെങ്കിലും ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ട് എത്ര നാണം കെട്ട ഒരു പരിമിതിയിലേക്ക് ഈ സമുദായം മാറിപ്പോകുമായിരുന്നുവെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇറാനെ സംബന്ധിച്ച് അത് വേറൊരു ചർച്ചയാണ്. മൊത്തം മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിമാനം കാക്കാൻ ഒരു രാജ്യത്തിനായി എങ്കിൽ, ഇത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോ ഈ അടുത്തിടെ നടന്ന പാലസ്തീൻ യുദ്ധം, ഇറാൻ യുദ്ധം, ഇതൊക്കെ ഒന്ന് എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഇവിടെയൊക്കെ ഇസ്ലാം അടയാളപ്പെടുത്തിയത്, ഇസ്ലാമിനെ കുറിച്ചൊരു ഭീകരതയുടെ, ഒരു തീവ്രതയുടെ, മനുഷ്യ സമൂഹത്തിന് ജീവിതത്തിന് പറ്റാത്തത് അല്ലെ, മാറ്റി നിർത്തേണ്ടത് 6-ാം നൂറ്റാണ്ടിലെ പഴയ ഏതോ പുരാതനമായ ജീവിത സമ്പ്രദായങ്ങളാണ് ഇസ്ലാമിലെ ആശയങ്ങൾ എന്ന് ധരിച്ചു വെച്ചിടത്ത് വെറും 2 യുദ്ധങ്ങൾ മാത്രം നിലവിലുള്ള ഈ അവസ്ഥകൾ ജീർണിച്ചതാണെങ്കിൽ, ഈ ജീർണിച്ച അവസ്ഥകളെ കബറടക്കം ചെയ്തുകൊണ്ട് പുതിയൊന്നിനെ പറ്റിയിട്ടുള്ളൊരു അന്വേഷണം, അത് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. യുദ്ധങ്ങളിൽ പോലും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ആരാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത്? ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു മുസ്ലിം രാജ്യത്തോട് ഐക്യപ്പെട്ടിരിക്കെ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ ആധാര കേന്ദ്രമായ 2 വൻ ശക്തികളെ തള്ളിപ്പറയുന്നിടത്തേക്ക്
ലോകത്ത് കുഴപ്പങ്ങളും ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്നത്, ഇവിടത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് പറയുന്നത് ആരാ? ഇസ്ലാമേതര രാജ്യങ്ങളായി മാറുമാറ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തത്തെയും കമ്മ്യൂണിസത്തെയും സൈനിസത്തെയും ഫാസിസത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ ശക്തി ചർച്ചയാവുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് കാലഘട്ടത്തിലാണ് ഇസ്ലാം മാറ്റി നിർത്തപ്പെടുന്നിടത്ത്, ഇസ്ലാം യുദ്ധക്കൊതിയന്മാരുടെ ആളെ കൊല്ലുന്നിടത്ത് കാരണമാകുന്നത് ഇസ്ലാമിലെ ആശയങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കാൻ, ഇസ്ലാമിലെ ഓരോ മൂല്യങ്ങളെക്കുറിച്ചും ചർച്ചയാകുന്ന സംവദിക്കുന്ന ഒരു സംവേദനക്ഷമത ഇസ്ലാമിന്റെ മൂല്യങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ലോക വളർച്ചയുടെ വികാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോ പാലസ്തീൻ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇസ്രായേലി തടവുകാരെ പാലസ്തീനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ചർച്ച ചെയ്തതാണ് നമ്മൾ. അവിടുത്തെ തടവുകാർക്ക്, ഇസ്രായേലിയ തടവുകാർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള മതിപ്പ്, നമ്മുടെ പെരുമാറ്റങ്ങൾ, അവിടുത്തെ സൈനികരുടെ ഭരണകർത്താക്കളുടെ പെരുമാറ്റങ്ങൾ സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും പുലർത്തിക്കൊണ്ടായിരുന്നു. അല്ലേ? നമ്മൾ വായിച്ചതല്ലേ, വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇസ്ലാമിലെ സാമ്പത്തിക വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുന്നു, ഇസ്ലാമിലെ കുടുംബ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുന്നു. ലോകത്തിനെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഖത്തർ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ ഒരു നീഗ്രോ അടിമയും ഒരു നീഗ്രോ വംശജനും പിന്നെ അവിടുത്തെ ഒരു പൊക്കം കുറഞ്ഞ പൗരനൊക്കെയാണല്ലോ. രണ്ടുപേരും കൂടിയിട്ടാണല്ലോ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉദ്ഘാടകൻ പറഞ്ഞത് ഏതാ? മനുഷ്യരൊക്കെ ഒരൊറ്റ മാതാവിന്റെ പിതാവിന്റെ മക്കളാണ് എന്ന സമത്വഭാവന, ഇസ്ലാമിന്റെ മാനവികതയുടെ സന്ദേശം ഒരു വേൾഡ് കപ്പിൽ കളിയിൽ എന്ത് കാര്യമിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഒരു ഫുട്ബോൾ മേളയിൽ ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഏകനായ ഇലാഹിന്റെ സൃഷ്ടാക്കളായ ഏകരായ മക്കൾ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്ന സന്ദേശം പകർന്നു കൊടുക്കാൻ ഒരു ഫുട്ബോൾ കളിക്ക് സാധ്യമായി എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഇസ്ലാം പ്രചരിക്കേണ്ടത്? പള്ളിയിൽ നിന്നല്ലേ? അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ സന്ദേശം കാണെങ്കിൽ പള്ളിയിൽ വരണമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയേക്കണത്. അല്ല, ഖത്തറിൽ അന്ന് നടന്ന പബ്ലിക് ആ വേൾഡ് കപ്പിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരുന്ന പബ്ലിക് ടോയ്ലറ്റ് ഇല്ലേ, പൊതു ശൗചാലയം, ആ ശൗചാലയത്തിൽ നിന്ന് പുറത്തു നിന്ന് വിദേശികൾ ഇസ്ലാമിനെ പഠിച്ചു. അറിയോ നിങ്ങൾക്ക്? ഇസ്ലാമിനെ പഠിക്കാൻ പള്ളിയിലല്ല വരേണ്ടത്. പള്ളിയിൽ വന്നാൽ ഇസ്ലാമിനെ കാണൂല. അവിടെ എഴുതി വെച്ച ശുദ്ധിയെ കുറിച്ചിട്ടുള്ള വാചകങ്ങൾ, വെള്ളം ഉപയോഗിക്കുന്നതിന്റെ മര്യാദകൾ, വെള്ളം ഉപയോഗിക്കാൻ അറിയാത്തൊരു ജനത അവിടത്തേക്ക് കടന്നു വന്നപ്പോൾ ശുദ്ധി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇങ്ങനെയുമുണ്ടോ ഒരു ശുചീകരണം? മലമൂത്ര വിസർജനങ്ങൾ നടത്തുമ്പോൾ ശുചിത്വം പാലിക്കണമെന്ന ഒരു സന്ദേശം ഇസ്ലാമിന്റെ മൗലികമായ ഒന്ന് ഒപ്പിയെടുത്തത് എവിടെന്നാ? ഒരു വേൾഡ് കപ്പിൽ നിന്നാണ്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ, ജീവിതത്തിന്റെ വെറും ഭൗതികതയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഇവിടത്തെ വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പടുക്കലാണ് ജീവിതത്തിന്റെ ആശ്വാസകരമെന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇസ്ലാമിലേക്ക് മടങ്ങി വരുവാൻ, ഇസ്ലാമിനെ അന്വേഷിക്കാൻ ലോകം സന്നദ്ധരായിക്കൊണ്ടിരിക്കെ നമ്മളതിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അല്ലേ? പലസ്തീനിൽ അവിടെ, അല്ലെങ്കിൽ മറ്റേ ഇറാനിൽ, അവിടുത്തെ ജനങ്ങളുടെയൊക്കെ സന്തോഷം, യുദ്ധങ്ങൾ അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി
നശീകരണ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കെ, അവരുടെ കെട്ടിടങ്ങൾ തകർത്തുകൊണ്ടിരിക്കെ, അവരുടെ ആശുപത്രികളും അവരുടെ വീടുകളും തകർത്തുകൊണ്ടിരിക്കെ, അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവർ ചിരിക്കുകയും കളിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഈമാനികമായ ഉറപ്പ്, വിശ്വാസം, ഇത് ഇസ്ലാമിന് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഇനി എൻ്റെ മറുവശം ആലോചിച്ച് നോക്കി. എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും ഒരു ചെറിയ പടക്കത്തിൻ്റെ ഒച്ച കേട്ടപ്പോഴേക്കും ബങ്കറുകളിൽ ഒളിക്കുന്ന, നിരാശരായി മാറുന്ന, മനോരോഗികളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ എന്ത് സന്ദേശമാണ് ലോകത്തിന് അവർക്ക്? എല്ലാം ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സ്വയം ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നിടത്തേക്ക് മാറുന്നുവെങ്കിൽ അവർക്ക് എന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകുവാനുള്ളത്? ജീവിതത്തിൻ്റെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ സുഖവും ദുഃഖവും ഇടകലർന്ന ഈ ഭൗതിക ജീവിത യാഥാർത്ഥ്യത്തിൽ നീ എന്തിനിങ്ങനെ കഴിഞ്ഞുകൂടുന്നു മനുഷ്യ? ഞാനിപ്പോ തിരക്ക് പിടിച്ച ജീവിത ഭൗതിക യാഥാർത്ഥ്യത്തിലാണ് എന്ന് പൊങ്ങച്ചം നടിച്ചവർ, ഹുങ്ക് നടിച്ചവർ, അതിൻ്റെ പേരിൽ അക്രമവും അധർമ്മവും നടത്തിയവർ, ജീവിതത്തിൽ ഭൗതികതയുടെ മാത്രം സൗധങ്ങൾ കെട്ടിപ്പടുത്ത തലമുറകൾ, ജേതാക്കൾ, ഭരണകർത്താക്കൾ, ഇവരുടെയൊക്കെ നഷ്ടപ്പെട്ട നഷ്ടാവിശിഷ്ടങ്ങൾക്കിടയിൽ ഈ ചോദ്യം ഇവിടെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഈ ലോകത്തിൽ കാട്ടിക്കൂട്ടിയിട്ട് എന്ത് നേടി? അല്ല, ഇവരെ പോലെ ഇതിനു മുൻപും പലരും ഉണ്ടായിരുന്നല്ലോ, ഇവരൊക്കെ എവിടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. വലിയ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയവർ, വലിയ വലിയ വിപ്ലവ വർത്തമാനങ്ങൾ പറഞ്ഞവർ, ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിയറിയുമെന്ന് പറഞ്ഞവർ, ഇവരൊക്കെ എവിടെ? അല്ലയോ പുരുഷാരമേ, ഇന്നലെ പോയവർ തന്നെ കെട്ടിപ്പടുത്തത് തന്നെയാണോ നിങ്ങളും കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടത്തെ പുതിയ ഭരണകൂടങ്ങളോട്, പുതിയ നേതാക്കളോട്, പുതിയ വ്യവസ്ഥകളോട് വിശുദ്ധ ഖുർആൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ കെട്ടിപ്പടുത്തതിന്റെ തകർന്ന നഷ്ടാവിശിഷ്ടങ്ങൾക്കിടയിൽ, സ്ഫടിക സമാനമായ കൊട്ടാര സമുച്ചയങ്ങൾക്കിടയിൽ, രമ്യഹർമ്മങ്ങൾക്കിടയിൽ ഈ ചോദ്യം ഇന്നും ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഇവിടെ നിന്നും വിട്ടേച്ചു പോയത്, അല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു! ബാക്ക് വാട്ടർ, ഫ്രണ്ട് വാട്ടർ, ഐലൻഡിന്റെ തന്നെ പുഴയുടെ നടുവിലൊക്കെ വലിയ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കിയിട്ട് വസുറൂഇൻ വമഖാമിൻ കരീം, വലിയ വലിയ കൃഷിത്തോട്ടങ്ങൾക്കിടയിൽ വലിയ വലിയ കൊട്ടാരങ്ങളുമായി കഴിഞ്ഞുകൂടിയവർ. വനിഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ആഹ്ലാദപൂർവം മതിമറന്നുപോയ സൗഭാഗ്യങ്ങൾ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കദാലിക ഔറസ്നാ ഖൗമൻ ആഖരീൻ, അതൊക്കെ ആർക്കൊക്കെയോ ആരൊക്കെയോ സ്വന്തമാക്കുന്നിടത്തേക്ക് ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ഇതൊക്കെ അവർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് വിട്ടൊഴിഞ്ഞു പോയപ്പോൾ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ ഈ ആകാശമോ ഈ ഭൂമിയോ സന്നദ്ധമായില്ല. വമാ കാനൂ മുൻളിരീൻ, ആരും തന്നെ അവർക്ക് വേണ്ടി കാത്തുനിന്നില്ല. ഒരവസരം പോലും ക്ഷമയുടെ ദേവി എന്ന് പറയുന്ന ഭൂമി പോലും അവർക്ക് വേണ്ടിയിട്ടൊരു അവസരം കൊടുക്കാതെ കണ്ട് അവരൊക്കെ ഇവിടെ നിന്ന് ഈ സമ്പാദിച്ചതും നേടിയതുമെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് പോയി എങ്കിൽ വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, എവിടെ ഫിർഔൻ? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, എവിടെ നമ്രൂദ്? എവിടെ സ്റ്റാലിൻ? എവിടെ ചെഷസ്ക്യൂ? എവിടെ? ഇന്നിപ്പോ ട്രംപാണല്ലേ ഇവിടെ താരം, ഇന്നിപ്പോ നെതന്യാഹു ആണല്ലോ ഇവിടെ താരം. നിങ്ങൾ നാളെ അവരെ ഓർക്കുമോ? ഇന്നലെ പോയവരെ ഓർത്തോ? ഓർത്തിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ അടയാളപ്പെടുത്തിയ സ്നേഹം, അടയാളപ്പെടുത്തിയ സാഹോദര്യം, അടയാളപ്പെടുത്തിയ മനുഷ്യത്വം അടയാളപ്പെടുത്തിയ പ്രവാചകനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ലോകം ഓർക്കുന്നില്ലേ? ഖലീഫ ഉമറിനെ റളിയല്ലാഹു അൻഹു ലോകം ഓർക്കുന്നില്ലേ? മനുഷ്യത്വം പഠിപ്പിച്ച, കൊടുക്കണമെന്ന് പഠിപ്പിച്ച, സ്നേഹിക്കാൻ പഠിപ്പിച്ചവരെ ഓർക്കുന്നിടത്ത്
ഇവരെയൊന്നും ഓർക്കാത്തിടത്ത് ഇവരുടെയൊക്കെ ഖദ് ഹലത് മിൻ ഖബ്ലിക്കും സുനനൻ ഫസീറൂ ഫിൽ അർളി ഫകൈഫ കാന ഫൻദുർ കൈഫ കാനൽ മുകദ്ദിബൂൻ. നിങ്ങൾക്ക് മുമ്പും അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഒരു നടപടിക്രമങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആന്തോളനങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുള്ളത്, തെറ്റായ ദൈവിക അടിത്തറകളിൽ കെട്ടിപ്പടുത്തിയിട്ടുള്ള ഈ വ്യവസ്ഥകളെ കീഴ്മേൽ മറിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വണങ്ങി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുടെ പേറ്റുനോവുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന യുദ്ധങ്ങള്, ജയപരാജയങ്ങളൊക്കെ ഒരു വിമോചനത്തിന്റെ, ഒരു ദൈവികമായ നീതിയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ തിരിച്ചുവരവിനുള്ള പേറ്റുനോക്കുകളാണ്. അതുകൊണ്ട് മനുഷ്യ വൽ അസ്ർ, കാലം സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ മഹാനഷ്ടത്തിലാണ്. എന്ത് നേടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ നഷ്ടത്തിലാണ് എന്ന് കാലം സാക്ഷ്യമല്ലേ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾ മടങ്ങി വരൂ, ക്ഷമയോടുകൂടി നിങ്ങൾ മടങ്ങി വരൂ. എവിടേക്ക് മടങ്ങി വരണം? സൽക്കർമ്മങ്ങളിലേക്ക്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, ഈമാനിൽ അധിഷ്ഠിതമായ സൽക്കർമ്മത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ സാധ്യമായെങ്കിൽ മാത്രമേ വൽ അസ്ർ, കാലം സാക്ഷി, ലോകത്തിന്ന് വരെയുള്ള ചരിത്രം അതിന്റെ ആവർത്തന സ്വഭാവത്തിൽ, ചരിത്രത്തിന്റെ ആവർത്തന സ്വഭാവത്തിൽ വീണ്ടും സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൗതികതയുടെ, ദൈവനിഷേധത്തിന്റെ, അക്രമത്തിന്റെ, അധർമ്മത്തിന്റെ, അനീതിയുടെ എന്ത് കെട്ടിപ്പടുത്താലും വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം സാക്ഷിയാണ്. അതൊക്കെ നശിക്കാൻ, നഷ്ടപ്പെടാനുള്ളതാണ്. അതൊക്കെ കീഴ്മേൽ മറിയുവാനുള്ളതാണ്. നേരെ മറിച്ച് വിജയം അല്ലാഹു ഉറപ്പു നൽകുകയാണ്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നകും ഫിൽ അർള് കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എങ്ങനെയാണോ അള്ളാഹുവിന്റെ ഈ ആധിപത്യം ഇവിടെ നൽകിയത്, അതുപോലെ തന്നെ വിശ്വസിച്ചവർക്ക് അള്ളാഹു നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വലിയുമക്കിന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ആ ദീനിന് വേണ്ടി സ്വാധീനം നൽകാൻ പോകുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു ദീൻ ഇപ്പൊ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ്. ഇപ്പൊ പരിഷ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമേതര ജീവിതമാണ്. പരിഷ്കാരം എന്ന് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ വലിയുമക്കിന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, അള്ളാഹു നമുക്ക് സ്വാധീനം നൽകാൻ അള്ളാഹു പോവുകയാണ്. വലിയുബദ്ദിലന്നഹും മിൻ ഖൗഫിഹിം അംനാ, ഇപ്പോഴുള്ള ഈ നിർഭയാവസ്ഥയിൽ നിന്നെല്ലാം, ഇപ്പോഴുള്ള ഈ ഭയപ്പാടിൽ നിന്ന് അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകുവാൻ പോകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടല്ലയോ സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങാൻ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ നിരാശരായ ജനത്തിന് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പകർന്നു നൽകുക എന്നതാണ് നമ്മിൽ അർപ്പിതമായ ദൗത്യം. അതനുസരിച്ചുകൊണ്ട് ഒരു ചിരിയിലൂടെ, ഒരു നല്ല പെരുമാറ്റത്തിലൂടെ, ഇപ്പൊ ചൂടുകാലമാണല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നിടത്ത്, നമ്മുടെ കുട്ടികളൊക്കെ വെള്ളം ഉണ്ടാകുന്നത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയൂ. ജലം പകർന്നു കൊടുക്കുന്നിടത്ത്, തണലേകുന്നിടത്ത് തണൽ ആശ്വാസമായി മാറ്റാൻ നമ്മുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട്, വർത്തമാനങ്ങൾ കൊണ്ട്, നമ്മുടെ നടത്തം കൊണ്ട് ഈ ഒരു മാന്യത സൃഷ്ടിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, ചൂട് അതികഠിനമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാരും ആരോഗ്യ സംരക്ഷണ വിഭാഗങ്ങളൊക്കെ പറയുന്ന അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പുറത്തിറങ്ങരുത്. അകത്തിരുന്നാൽ തന്നെ മറ്റേ ഡീഹൈഡ്രേഷനൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട്, നമ്മുടെ ജലം ചോർന്നു പോകാതിരിക്കാനായിട്ട്, ദാഹമില്ലെങ്കിലും എപ്പോഴും വെള്ളങ്ങളൊക്കെ കുടിക്കണം. കൊച്ചുമക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അതികഠിനമായ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി കാക്കുമാറാകട്ടെ.
നമ്മുടെ എല്ലാ വിഷമതകൾക്കും അള്ളാഹു പരിഹാരമുണ്ടാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം.